ബ്രൈറ്റ് ബി ആവാൻ പോണ ആളാണോ എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. ഒന്ന് സേവ് ആക്കി വെച്ചേക്കാം കേട്ടോ. നമ്മൾ ബ്രൈഡ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രൈഡ് ആവാൻ പോണവർ ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ബ്രൈഡ് ആവുന്നതിന് കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 1 മന്ത് മുന്നേ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഇട്ട് നിറം കുറച്ചുകൂടെ കളർ ഒന്ന് ചേഞ്ച് ആക്കാനും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് സിറംസ് ക്രീമുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അടിപൊളി ഒരു പണി കിട്ടുമെന്ന് എന്തെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും സ്കിന്നും ഒരുപോലെയല്ല. ചിലർക്ക് നല്ല രീതിയിൽ അലർജി ഇഷ്യൂസും ഒരുപാട് സ്കിൻ പ്രോബ്ലംസും ഉണ്ടാകും. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളുടെ ബിഗ് ഡേയിൽ തന്നെയാണ്. അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എത്ര നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ നോക്കിയാലും അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും അപ്കമിങ് ബ്രൈഡ്സ് ഒരു 3 months മുന്നേ എങ്കിലും ന്യൂ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരാണ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം അത് പ്രിഫർ ചെയ്യുക. ഓക്കെ. നമ്പർ 2 എന്താണെന്നല്ലേ, നിങ്ങൾ മാരേജിന് ഒരു 3 months മുന്നേ അല്ലെങ്കിൽ 2 months 1 month നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒടിഞ്ഞു ചെന്ന് ഹെയർ കുറേ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യും. ബോട്ടക്സ്, കെരാറ്റിൻ, സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ക്യാഷ് പോകണമല്ലാതെ ഒരു കാര്യവുമില്ല. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ നമുക്ക് കുറച്ചും കൂടെ പാടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ. വോളിയം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് പോയി കിട്ടും, അല്ലാതെ പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാ അപ്കമിങ് ബ്രൈഡ്സും നമ്മൾ വെഡിങ്ങിന് ശേഷം പോയി ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള. നമ്പർ 3 എന്തെന്ന് വെച്ചാൽ ഗുഡ് ഹെൽത്ത് ഉണ്ടെങ്കിൽ എങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് ഒരു കാര്യമുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക. അപ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഓട്ടോമാറ്റിക് ഒരു ഗ്ലോ കിട്ടും. നിങ്ങൾ സിറംസ് യൂസ് ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഇരട്ടി, നിങ്ങൾ സിറംസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഡബിൾ ഇരട്ടി നാച്ചുറലായിട്ട് ഫുഡും വെള്ളവും കുടിച്ച് നല്ല രീതിയിൽ ഗ്ലോ കിട്ടാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ബ്യൂട്ടി സ്ലീപ്പാണ്. ഏറ്റവും നല്ല ഉറക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും അതിൻ്റെ അരച്ചിലൊക്കെ കാരണം നമുക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റില്ല. കുറച്ചൊരു സ്ട്രെസ്സ് കയറുന്നതല്ലാതെ ഒരു മാറ്റം നമുക്കുണ്ടാവില്ല. അപ്പം നല്ല രീതിയിൽ ഉറങ്ങാം, നല്ല ബ്യൂട്ടി സ്ലീപ്പ് കിട്ടുക. അപ്പം അതൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ വെഡിങ് ഏറ്റവും ബെസ്റ്റ് ഡേ, ആ ബിഗ് ഡേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കളർഫുൾ ആക്കാൻ പറ്റും. ഓക്കെ, ഈ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി നല്ല അടിപൊളി ടിപ്പുമായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.